നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും വരാൻ പോകുന്ന ദിവസങ്ങളിലെ നല്ലൊരു കഥ കേട്ടാലോ. ഇനി മുതൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങൾ നമ്മുടെ മാമ്പഴം എന്ന ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. അതോടൊപ്പം തന്നെ പ്രൊമോയും കാര്യങ്ങളൊക്കെ ഡെയിലി സ്റ്റോറി എന്ന ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ അതും കയറി കാണാൻ ശ്രമിക്കണേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ അലീന വന്ന് വൈജയന്തിയുടെ യാത്രയും ഒക്കെ പറഞ്ഞു പോയെങ്കിലും മനുശങ്കറിന്റെ മനസ്സ് വല്ലാത്തൊരു ടെൻഷനായിരുന്നു. എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരു ബുദ്ധിമുട്ട്. ആന്റി എന്നാലും ഇത്രയ്ക്ക് ക്രൂരയാൻ പാടില്ലായിരുന്നു. ആന്റി കാരണമല്ലേ അലീന വീട് വിട്ടു പോകാൻ ഒരുങ്ങുന്ന ആ ഒരു ചിന്ത മനുശങ്കറിന്റെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥനാക്കുകയാണ്. പിന്നീട് മനുശങ്കർ വൈജയന്തിയുടെ അടുത്തേക്ക് വന്നു. വൈജയന്തിയുടെ അടുത്ത് എന്നിട്ട് വൈജിയോട് സംസാരിക്കുന്നുണ്ട്. ആന്റി അലീനെ അവിടുന്ന് പറഞ്ഞു വിടേണ്ട കാര്യമുണ്ടോ? ആന്റിക്ക് അതുകൊണ്ട് എന്തു പ്രയോജനമായിരിക്കുന്നേ? അവളവിടെ നിന്നോട്ടെ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടതും വൈജയന്തിക്ക് സഹിച്ചില്ല. നീ എന്ത് വർത്താനോടാ പറയണേ? ഓ, നിനക്ക് അവളില്ലാതെ പറ്റത്തില്ലായിരിക്കും അല്ലേ? പക്ഷേ എനിക്ക് അങ്ങനെയല്ല. അവള് നശിച്ചവൾ ആ വീട്ടിലേക്ക് വന്ന് കയറിയതിന് ശേഷം എനിക്ക് എൻ്റെ മക്കളെ നഷ്ടപ്പെട്ടു, ഭർത്താവിനെ നഷ്ടപ്പെട്ടു. അപ്പൊ ഇനിയും ഞാൻ അവളെ അവിടെ പിടിച്ചു വെക്കണം എന്നാണോ പറയണത്? ആന്റി, അവൾ അതിന് എന്ത് തെറ്റിയിരുന്ന? അവളതിന് എന്ത് പഴിച്ചു? അതെ, ആന്റിയുടെ മക്കളുടെ കാര്യം ഭംഗിക്ക് നോക്കുന്നുണ്ട്, ഭർത്താവിന്റെ കാര്യം നോക്കുന്നുണ്ട്. പിന്നെ ആന്റിക്ക് എന്താ? അവൾ അവിടെ നിന്നോളൂല്ലെന്ന് ചോദിച്ചു. അങ്ങനെ ഇപ്പൊ അവൾ അവിടെ നിൽക്കേണ്ട ആന്റി ഈ ചെയ്യുന്ന ക്രൂരതയാ. ആയിക്കോട്ടെ, എനിക്ക് ക്രൂരത ചെയ്യാൻ പണ്ട് തൊട്ട് ഇഷ്ടമാ. നിനക്ക് അവളോട് കുറച്ച് ഇഷ്ടം കൂടുതലുണ്ടെന്ന് എനിക്കറിയാം. അതങ്ങോട്ട് മനസ്സിൽ വെച്ചാ മതി. അതെ, നിന്റെ ഊടായ്പം കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. മനു, നീ കൂടുതൽ അവളോട് അറ്റാച്ച്മെന്റ് പോണ്ട. അറിയാലോ, എവിടെയോ കിടന്ന് ഏതോ ഒരുത്തി. ഇത് കേട്ടപ്പോൾ മനു പറഞ്ഞു, ആന്റി ഇപ്പൊ ഈ പറയുന്ന വാക്കുകളൊക്കെ ഉണ്ടല്ലോ, ഒരിക്കലും ആന്റിക്ക് തിരിച്ചെടുക്കാണ്ട് വരും. ആന്റി എന്താ പറയണെന്ന് ആന്റിക്ക് നമ്മളെ ബോധമുണ്ടോ? എടാ, നല്ല ബോധത്തോടു കൂടി തന്നെയാ സംസാരിക്കുന്നത്. എനിക്ക് ബോധത്തിന് ഒരു കുറവില്ല. പിന്നെ നീ കൂടുതൽ എന്നെ കാര്യങ്ങളൊന്നും പറഞ്ഞു പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മനു പറഞ്ഞു, ആന്റി ഇതൊക്കെ ഓർത്ത് ഒരു ദിവസം കരയും. ആന്റി ഓർക്കും കഴിഞ്ഞു പോയ ദിവസങ്ങള്. അവളെക്കുറിച്ച് ഓർത്ത് ആന്റി കരയൂന്ന് പറഞ്ഞു. പിന്നെ അതിനെന്റെ പട്ടി വരും, നീ അവിടെ നോക്കിയിരുന്നു. നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ? ഒരു വേലക്കാരി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നെഞ്ചത്തടിച്ച് നിലവിളിക്കുമെന്നോ? ഒരിക്കലുമില്ല. അവള് പോകാൻ വേണ്ടി കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കുക ഞാൻ. നിനക്ക് അവള് പോകുമ്പോ സങ്കടം കാണും, പക്ഷേ എനിക്കൊരു സങ്കടമില്ല. ഇനി ഇത് പറഞ്ഞുകൊണ്ട് മേലല്ല എൻ്റെ മുറിയിലേക്ക് കയറിയേക്കരുത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു. ഈ സമയം മനുഷ്യങ്ങൾ നല്ല സങ്കടം ഉണ്ടായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, എങ്ങനെയെങ്കിലും ആന്റിയെ കൊണ്ടൊന്ന് സമ്മതിപ്പിക്കാൻ നോക്കിയതാ. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പിന്നീട് മനുശങ്കർ കടപ്പാട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ കൃഷ്ണമോളാണ് വന്ന് കഥ തുറക്കുന്നത്. അപ്പൊ അലീനെ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ തൊട്ട് ആ വീട്ടിലൊരു ആകപ്പാടെ ഒരു ശോകമൂകതയാണ്. ആർക്കും ഒരു എനർജിയും കാര്യങ്ങളൊന്നും ഇല്ല. കൃഷ്ണമോള് പതിവ് പോലെ തന്നെ വാല് തുറന്നു ഭാവന് വേട്ടാന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ അവള് ഭയങ്കര ആക്റ്റീവായിട്ട് സംസാരിക്കുന്ന. അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും മനു വെച്ചു, ബാക്കി എല്ലാവരും എന്തിയെ? അച്ഛൻ ഷോപ്പിലേക്ക് പോയതാ. രോഹിത്തേട്ടനും ഭവിതേച്ചി എല്ലാവരും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് കൃഷ്ണമോളുടെ മുഖത്ത് വല്ലാത്തൊരു സങ്കടം. എന്ത് പറ്റി നിനക്കെന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ, നീ നല്ല ആക്റ്റീവ് ആയിരുന്നല്ലോ. അതെ, അലീന ചേച്ചി പോവല്ലേ മനുവേട്ട. അതോർത്ത് കഴിഞ്ഞപ്പം അതോർത്തിട്ട് ഇനിയിപ്പം സങ്കടപ്പെട്ടിട്ട് കാര്യമുണ്ടോ? അവളിങ്ങോട്ടേക്ക് വരില്ലേ ഇടയ്ക്ക്? വരും. എന്നാലും അലീന ചേച്ചി ഇല്ലാത്തൊരു ദിവസത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. മനുവേട്ടൻ അറിയാലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന്. അമ്മ ഒറ്റയെടുത്ത് എല്ലാത്തിനും കാരണം. മനുശങ്കർ കൃഷ്ണമോളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും അലീന അങ്ങോട്ട് വന്നു. മനുവേട്ടൻ ഇത് എപ്പോഴാ വന്നേ? ഞാൻ ചായ എടുക്കാന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേനും മനു പറഞ്ഞു, എനിക്ക് ചായ വേണ്ട. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ചായ കുടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. പോയി ചായയൊക്കെ എടുത്തോണ്ട് വരുവാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും അലീനയും മനുശങ്കർ ഇങ്ങനെ നോക്കി. മനുശങ്കറിന് കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. ഇവള് പോകുകയെന്ന് അറിയുമ്പോൾ തൊട്ട് വല്ലാത്തൊരു പെടച്ചിലാണ് നെഞ്ചിനകത്ത്. എന്താ അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇനി എത്ര ദിവസം കൂടെ ഇവളിങ്ങനെ കാണാൻ പറ്റുമെന്നൊരു ചിന്ത അത് മനസ്സിനെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരുന്നു. അങ്ങനെ ചായ കുടിച്ചോണ്ടിരുന്നപ്പോൾ മനുഷ്യൻ ചോദിച്ചു, അല്ല ബബിതയും രോഹിത് വയ്ക്കണ്ടേ? അവരൊക്കെ അവരുടെ മുറി കാണുമെന്ന് പറഞ്ഞു. പിന്നീട് ബബിതയുടെ മുറിയിലേക്ക് മനു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബബിത അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ബബിതയെന്ന് വിളിച്ചു കഴിഞ്ഞപ്പം തല തിരിച്ചു വന്ന് നോക്കി. മനുവേട്ടനോ? എന്താടി നിനക്കൊരു പുച്ഛഭാവം, ഒരു വിലയില്ലാത്ത? അതെ, അലീന ചേച്ചിയെ കാണാൻ വന്നതായിരിക്കുമല്ലോ, എന്നെ കാണാൻ വന്നതല്ലല്ലോ. അതെന്താ, അലീനയെ കാണാൻ വേണ്ടി മാത്രം എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ? ഇല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അലീന ചേച്ചി ഇവിടുന്ന് പോകുമല്ലേ, അപ്പൊ ആ ഒരു വിഷമം കാരണം അങ്ങനെ പറഞ്ഞതാണ്. അപ്പോഴേക്കും മനു പറഞ്ഞു, ആന്റിയോട് ഞാൻ മാക്സിമം പറഞ്ഞു നോക്കി, പക്ഷെ ആന്റി കേൾക്കുന്ന മട്ടില്ല. ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പറഞ്ഞാലൊന്നും ആന്റി അനുസരിക്കത്തൊന്നുമില്ല. ആന്റിയുടെ തലമണ്ടയിലേക്ക് കയറാനും പോകുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടതും ഭവതി ഒന്നും മിണ്ടാതെ തിരിഞ്ഞു കിടന്നു. മനസ്സിലായി എത്രമാത്രം വിഷമമുണ്ടെന്ന്. പിന്നീട് രോഹിത്തിന്റെ അടുത്തേക്ക് ഇല്ലുന്നേ. രോഹിത്തിന്റെ അടുത്ത് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും
രോഹിത്ത് വല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. നോയി കഴിഞ്ഞപ്പോഴത്തേനും അലീനയുടെ ഒരു വലിയ ഫോട്ടോ അത്തേലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുക. ഇതെവിടെ നടാതെ അത് ഞങ്ങള് അന്ന് രേവതി കുട്ടിയുടെ വീട്ടിൽ പോയപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാപ്ടോപ്പിന്റെ സ്ക്രീനിൽ ആ ഫോട്ടോസ് ഉണ്ട്. അലീനയുടെ ഫോട്ടോ അത്തേലേക്ക് നോക്കി ഇങ്ങനെ നടക്കുമായിരുന്നു. അത് കണ്ടപ്പോൾ മനുഷ്യങ്കുറു ആ ഫോട്ടോയിലേക്ക് കുറേ സമയം നോക്കിയിരുന്നു. എന്നിട്ട് പറഞ്ഞു, എടാ എനിക്കും ഇതിൻ്റെ ഒരു കോപ്പി തരണം കേട്ടോ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. നിന്റെ എന്താ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നേ? എനിക്കറിയില്ല മനുവേട്ട എന്ത് ചെയ്യണമെന്ന്. അലീന ചേച്ചി പോകുമെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് നെഞ്ചിനകത്തൊരു പെടച്ചില്ല, ഒരു വേദന. എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പോവണ്ടെന്ന് പറഞ്ഞാൽ അലീന ചേച്ചിയോട്ട് അനുസരിക്കത്തുമില്ല. അല്ല, അതിപ്പം നമ്മൾ ആരൊക്കെ പറഞ്ഞു പറഞ്ഞാലും ആൻറ്റി അനുസരിക്കത്തില്ലല്ലോ. അതെ, അവിടെ എനിക്ക് ദേഷ്യം വരുന്നേ. എത്രയൊക്കെ പറഞ്ഞു അമ്മയോട്, ഞങ്ങളെല്ലാവരും മാറി മാറി പറഞ്ഞു നോക്കിയല്ലേ. എന്നിട്ട് അമ്മ അനുസരിച്ചോ? അച്ഛൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, മക്കൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അമ്മയ്ക്ക് അമ്മയുടെ തോന്നിയാസമല്ലേ. അല്ല, മനുവേണ്ണ അറിയാലോ ഈ വീട് എങ്ങനെയാ നേരത്തെ കഴിഞ്ഞിരുന്നതെന്ന്. വീടെന്ന് ശരിക്കും പറയാൻ പറ്റുമോ? അച്ഛനും അമ്മയും മക്കളും ഒക്കെ ഉണ്ട്. ഞങ്ങൾ മക്കളാണെ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംസാരം കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ അധികം സംസാരമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അലീന ചേച്ചി വന്നതിന് ശേഷം അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടായി. ഇപ്പൊ എന്ത് ചിരിയും കളിയായി വീട്ടില്, എന്തൊരു സന്തോഷമാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അലീന ചേച്ചി വന്നാൽ മതി, അത് പെട്ടെന്ന് സോൾവ് ആവും. അലീന ചേച്ചി ഒന്ന് വന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ ഏത് രോഗവും ഭേദമാവും. അപ്പൊ അതുപോലെയാ ആ ചേച്ചിയെ പോകാൻ പോന്നെ. അലീന ചേച്ചി പോയിട്ടുണ്ടെങ്കിൽ ഈ വീട് വീണ്ടും ആ പഴയ രീതിയിലേക്ക് പോകുമെന്ന് എനിക്ക് നല്ല ഭയമുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടത് മനു പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ടടാ, നീ സങ്കടപ്പെടാതിരിക്കുക. അവൾ ഈ രാജ്യം വിട്ട് പോകുമൊന്നുമല്ലല്ലോ, അവളിങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞു. എനിക്ക് ആ പ്രതീക്ഷയൊന്നും ഇല്ല മനുവേട്ട. എൻ്റെ പ്രതീക്ഷകളൊക്കെ നശിച്ചുപോയി. എന്ത് ചെയ്യാൻ പറ്റും? അമ്മയുടെ പിടിവാശി എല്ലാം. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? അമ്മ ഇങ്ങോട്ടേക്ക് വന്നാലും അമ്മ അനുഭവിക്കാനായിട്ട് പോകുന്നുള്ളൂ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മനു പറഞ്ഞു, ആൻറ്റിയോട് ഞങ്ങളെല്ലാം മാക്സിമം പറഞ്ഞു നോക്കിയതാ, ഇനിയിപ്പോൾ അതും കൊണ്ടൊന്നും കാര്യമില്ല. എന്താന്ന് വെച്ചാൽ വരുന്ന പോലെ വരട്ടെ എന്നൊക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനുമാണ് ഷോപ്പിൽ നിന്ന് ബാലേന്ദ്രൻ വരുന്നത്. ബാലേന്ദ്രൻ വന്നിട്ട് ആ നീയോ? ഇതെപ്പോ വന്നു? കുറച്ച് സമയമായി. അല്ല, എന്ത് പറ്റി ഈ വഴിയൊക്കെ? ഓ, ഇവിടെ ഒരാളെ നാട് കടത്തുവാന്ന് അറിഞ്ഞു വന്നതാ. ഓ, അതാണോ? ഞങ്ങൾ ഇവിടുത്തെ ജോലിക്കാരിയൊക്കെ ചിലപ്പോൾ നാട് കടത്തിന്നിരിക്കും. അതിന് നിനക്കെന്താ? അതെ, അങ്കിളിനും ജോലിക്കാരിയായിരിക്കും, പക്ഷെ എനിക്കങ്ങനെയല്ല എന്ന് പറഞ്ഞു. നിനക്കെങ്ങനെയാ? അത് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണോ? ഓ, അങ്ങനെയാണോ? നീ കെട്ടാൻ പോകുന്ന പെണ്ണാണോ? അതെനിക്ക് അറിയത്തുണ്ടായിരുന്നില്ലോ. അതിന് നിനക്ക് കെട്ടിച്ചെന്നല്ലേ ഉള്ളൂ. അന്താങ്കൾ അങ്ങനെ പറഞ്ഞേ? അല്ല, അവള് പോകുന്ന വീട്ടിലെ ആൾക്കാർ അവൾക്ക് വേറെ കല്യാണം ആലോചിച്ച് കെട്ടിച്ചു വിട്ടാൽ നീ എന്ത് ചെയ്യും? അങ്ങനെ ഉണ്ടാവും അങ്കിളെന്ന് ചോദിച്ചു. എടാ, ഞാനല്ലേ പറഞ്ഞത് നിനക്ക് കെട്ടിച്ചു തരാന്ന്. അതെ, അങ്കിള് നേരത്തെ എന്നോട് വാക്ക് പറഞ്ഞിരിക്കുന്ന, ഇനി വാക്ക് മാറുവോ? അതൊന്നും പറയാൻ പറ്റില്ല. ദേ അങ്കിളെ ഒരുമാതിരി വർത്താനം പറഞ്ഞോണ്ടല്ലോ. ദേ അങ്കിള് തന്നെ ആ ഒരു വാക്കിന്റെ പുറത്ത് ആ ഒരു പ്രതീക്ഷയാണ് ഞാൻ ഇരിക്കുന്നത്. എടാ, നിനക്ക് ഞാൻ വാക്കെന്ന് എപ്പോഴാന്ന് നിനക്കറിയാലോ. അവൾ ആരുടെ മോളാന്ന് അറിഞ്ഞതിന് ശേഷം നിനക്കറിയാലോ. അതെ, അപ്പൊ അതിനു മുമ്പ് വാക്ക് പറഞ്ഞായിരുന്നു നീ അവളെ കല്യാണം കഴിക്കുമായിരുന്നു എന്ന് ചോദിച്ചു. അത് പിന്നെ അങ്കിളെ, എനിക്ക് അതിനു മുമ്പ് അവളെ ഇഷ്ടമായിരുന്നു. അവൾ ഈ വീട്ടിലെ ജോലിക്കാരിയായിരുന്ന സമയത്തും എനിക്ക് അവളൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അത് അങ്കിളിന് അറിയാവുന്ന കാര്യമല്ലേ. ബാലേന്ദ്രന് മനസ്സിലായി മനു എത്രമാത്രം അവളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം. ഈ സമയത്ത് മനുഷ്യൻ ചോദിച്ചു, അല്ലങ്കിളെ അവളെ എങ്ങോട്ടേക്കാ പറഞ്ഞു വിടുന്നേ? അതൊക്കെ അങ്കിളൊന്ന് ശരിക്കും പഠിച്ചിട്ടാണോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടാണോ പറഞ്ഞു വിടുന്നതെന്ന് ചോദിച്ചു. അതൊക്കെ ഞാൻ നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അല്ലെങ്കിലേ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ. എന്ത്? അല്ല, പറഞ്ഞു വിടുന്നേ? എടാ, നിന്റെ ആൻറ്റി ഇങ്ങോട്ടേക്ക് വരണമെങ്കിലേ അവിടെ ഇവിടുന്ന് പോയല്ലേ വരത്തുള്ളൂ. അതെ, ഞാൻ ആൻറ്റിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്തായി? എന്താവാനായിട്ട്? അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല. അതാടാ പറഞ്ഞത്. ചിലപ്പോൾ ഞാൻ ഓർത്തു ഇനി അങ്ങ് സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാലോന്ന്. അങ്ങനെയെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ ആൻറ്റിക്ക് മനസ്സമാധാനം ആവുമല്ലോ എന്ന് ഞാൻ കരുതിയതാ. ഈ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, അതെ, നീയായിട്ട് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ട. പാവ അവള് അലീന, അവള് പോയിക്കോട്ടെ. അവള് മനസ്സമാധാനത്തോടെ എവിടെയെങ്കിലും പോയെന്ന് കഴിഞ്ഞോട്ടെ. ഇനിയിപ്പോൾ നീ ഇതിൻ്റെ ഇടയ്ക്കിലേക്ക് കയറണ്ടാന്ന് പറഞ്ഞു. അതുകൂടെ കേട്ടിട്ട് മനുഷ്യങ്ങൾ നല്ല സങ്കടം ഉണ്ടായിരുന്നു. അലീന വിട്ടുപോകുന്നതിൻ്റെ ആ ഒരു വിഷമം മനുവിൻ്റെ മുഖത്തുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വരാൻ പോകുന്ന ദിവസങ്ങൾ ഞാൻ വരാട്ടോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഇനി മുതൽ അലീനയുടെ മനുഷ്യങ്ങളുടെ വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങൾ കേട്ടോ ഞാൻ പറയണത്. അപ്പം എല്ലാവർക്കും സംശയം ഉണ്ടായിരിക്കും ഇതിപ്പോൾ കാണിക്കുന്നില്ലോന്ന്. അതാണ് വീണ്ടും ഞാൻ പറയുന്ന വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങൾ. ഇത് ഏകദേശം നോവലിലെ കഥയാട്ടോ. അപ്പം എല്ലാവരും മറക്കാതെ കയറി കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.